പട്ടിക വിഭാഗക്കാരുടെ ഗ്രാമങ്ങൾക്കൊപ്പം കോളനി എന്ന് ഉപയോഗിക്കരുതെന്ന സർക്കാർ ഉത്തരവ് നിലനിൽക്കെ മണ്ണാർക്കാട് നഗരസഭ സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ തൂണിൽ കോളനി എന്ന ബോർഡ് വെച്ചത് വിവാദമാകുന്നു. ബോർഡ് മാറ്റിയില്ലെങ്കിൽ അഴിച്ചുമാറ്റുമെന്ന് CPM. മണ്ണാർക്കാട് തോരാപുരം അംബേദ്കർ സമഗ്ര വികസന ഗ്രാമത്തിന് മുൻവശത്ത് സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ തൂണിലാണ് തോരാപുരം കോളനി എന്ന് ബോർഡ് സ്ഥാപിച്ചത്. 2022-2023 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച ലൈറ്റ് കഴിഞ്ഞ ദിവസമാണ് നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തത്. നഗരസഭാ ഭരണാധികാരികളുടെ മേൽക്കോയ്മ മനോഭാവമാണ് കോളനി എന്ന ബോർഡ് വെച്ചതിലൂടെ തെളിയിക്കുന്നതെന്ന് CPM മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറി അജീഷ് കുമാർ പറഞ്ഞു. അടിയന്തരമായി ബോർഡ് മാറ്റണമെന്നും ഇല്ലെങ്കിൽ CPM മാറ്റുമെന്നും അജീഷ് പറഞ്ഞു. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സാമൂഹ്യപരമായി ഏറ്റവും മുൻപന്തിയുള്ള സംസ്ഥാനമാണ് കേരളം. ആ സാമൂഹ്യപരമായ മുന്നേറ്റത്തിന് ഏറ്റവും പ്രധാനമായ പങ്ക് വഹിച്ചത് ഇടതുപക്ഷ സർക്കാരുകളാണ് എല്ലാ കാലത്തും. ആയതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ജൂൺ മാസത്തിൽ കേരളത്തിൻ്റെ ആദരണീയനായിട്ടുള്ള ദേവസ്വം മന്ത്രി സഖാവ് രാധാകൃഷ്ണൻ സ്ഥാനം ഒഴിയുന്ന സാഹചര്യത്തിൽ വളരെ ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു രേഖയിൽ ഒപ്പുവെക്കേണ്ടായി. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുമൊക്കെ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് സാധാരണയായിട്ട് കോളനി എന്ന് വിളിക്കാറുണ്ടെന്നും ആ പരാമർശം അവരുടെ ആത്മാഭിമാനത്തിന് ഏൽക്കുന്ന വലിയ ക്ഷതമാണെന്നുള്ള തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ സർക്കാർ ആ തീരുമാനം മാറ്റുകയും അതിനു പകരം നഗറെന്നോ മറ്റുള്ള പേരുകളോ ഇട്ട് ആ പ്രദേശത്തെ ഉൾക്കൊള്ളിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള രേഖയാണ് രാധാകൃഷ്ണൻ സഖാവ് ഒപ്പുവെച്ചത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ കഴിഞ്ഞ ഇത്രയും കാലഘട്ടത്തിനിടയിൽ ഉണ്ടായ ഏറ്റവും ചരിത്രപരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണെന്നിരിക്കെ, ഒരു ഉത്തരവാണെന്നിരിക്കെ, കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി തോരാപുരം പ്രദേശത്ത് ഒരു മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുകയുണ്ടായി. അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് തോരാപുരം കോളനി എന്നാണ്. നമുക്കറിയാം, കേരള സർക്കാരിൻ്റെ ഇത്തരം പ്രദേശങ്ങളുടെ വികസനത്തിൻ്റെ ഭാഗമായി അംബേദ്കർ പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിക്കൊണ്ട് അംബേദ്കർ സമഗ്ര വികസന ഗ്രാമം എന്ന പേരിട്ടുകൊണ്ട് 50 ലക്ഷം രൂപ ചെലവഴിച്ച പ്രദേശമാണ് ഈ പ്രദേശം. ആ പ്രദേശത്തിൻ്റെ ആ പേര് ഇട്ടിരിക്കുന്ന ബോർഡിന് താഴെ ഇത്തരത്തിൽ വീണ്ടും കോളനി എന്ന പേര് കൊണ്ടുവന്ന് ചേർക്കുന്നതിലൂടെ മുനിസിപ്പാലിറ്റി ഇത്തരക്കാരോടുള്ള മനോഭാവം കൃത്യമായിട്ട് സൂചിപ്പിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഈ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരായി ശക്തമായിട്ടുള്ള പ്രതിഷേധം ആണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. CPMൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. ഉടനടി അതെടുത്തു മാറ്റാത്ത പക്ഷം അത് ഞങ്ങൾ ഇടപെട്ടുകൊണ്ട് അത് മാറ്റുകയും അതിൻ്റെ പശ്ചാത്തലത്തിലുണ്ടാകുന്ന സകല ചെലവുകളും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് തരേണ്ടി വരുമെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.